പ്രിയപ്പെട്ടവരെ, നിങ്ങളെന്നും ഏറ്റവും വലിയ പിന്തുണയാണ് കൈരളിക്കും കൈരളി കുടുംബത്തിനും നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 25 വർഷം എന്ന ചരിത്ര നേട്ടത്തിലേക്ക് കൈരളി കുടുംബത്തിന് ഏറ്റവും അഭിമാനത്തോടെ എത്തി നിൽക്കാനും കഴിയുന്നത്. അതിൻ്റെ ആഘോഷ പരിപാടികൾ പലയിടങ്ങളിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അബുദാബിയിൽ വലിയൊരു ഇവന്റ് ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ്. കൈരളിയുടെ 25ാം വാർഷികാഘോഷം പ്രവാസികൾക്കിടയിലേക്ക് എത്തി ആഘോഷമായി കൊണ്ടാടുകയാണ് കൈരളി. ഏതായാലും 8-ാം തീയതി അബുദാബിയിലെ ഇത്തിഹാദ് അറീനയിലാണ് പ്രൗഢഗംഭീരമായ ആ ചടങ്ങ് നടക്കുക. എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ അവിടെ നടക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ജമാൽ, ഗുഡ് മോർണിംഗ്. അബുദാബി ഒരുങ്ങുകയാണ് കൈരളിയുടെ 25ാം വാർഷികാഘോഷങ്ങൾക്കായിട്ട്. ഒരുക്കങ്ങളൊക്കെ എവിടം വരെ എത്തി നിൽക്കുന്നു? എന്തൊക്കെ സർപ്രൈസുകളാണ് നമ്മൾ അവിടെ പ്രവാസികൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് ജമാൽ? മനു, തീർച്ചയായും കൈരളി ടിവിയെ എന്നും നെഞ്ചോട് ചേർത്ത ഒരു ഭൂമികയാണ് പ്രവാസ ലോകം എന്ന് പറയുന്നത്. കഴിഞ്ഞ 25 വർഷത്തിൻ്റെ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രേക്ഷകരായുള്ളത് ഒരുപക്ഷെ പ്രവാസ ലോകത്തായിരിക്കും. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ നിരവധി പ്രേക്ഷകർ നമ്മുടെ എല്ലാ ചാനലിലും, കൈരളിയിലും, കൈരളി ബിയിലും, അറേബ്യയിലും, അതുപോലെ തന്നെ കൈരളി ന്യൂസിലും ഒക്കെ തന്നെ ലക്ഷക്കണക്കിന് പ്രേക്ഷകരുണ്ട്. അവരൊക്കെ തന്നെയും കൈരളി ടിവിയെ എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് കൈരളി ടിവിയുടെ 25ാം വാർഷികം ഒരു കെങ്കേമമായി അബുദാബിയിൽ ആഘോഷിക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഏറ്റവും വിപുലമായ, ഏറ്റവും പ്രൗഢമായ ഒരു ചടങ്ങ് തന്നെയാണ് അബുദാബിയിൽ സംഘടിപ്പിക്കുന്നത്. ഈ വേദി തന്നെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം യുഎയിലെ ഏറ്റവും പ്രൗഢമായ ഒരു വേദിയാണ് അബുദാബിയിലെ ഇത്തിഹാദ് അറീന എന്ന് പറയുന്നത്. ഈ വേദിയിലാണ് കൈരളി ടിവിയുടെ 25ാം വാർഷിക ആഘോഷ പരിപാടികൾ നടക്കുന്നത്. ആ ആഘോഷ പരിപാടിയുടെ പ്രത്യേകത അല്ലെങ്കിൽ ആകർഷണം എന്ന് പറയുന്നത് കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പരിപാടി ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തും. ഒപ്പം തന്നെ മലയാളത്തിന്റെ മഹാനടൻ, കൈരളി ടിവിയുടെ അല്ലെങ്കിൽ മലയാള കമ്മ്യൂണിക്കേഷൻസിന്റെ ചെയർമാൻ മമ്മൂക്കയുണ്ട്. അതുപോലെ തന്നെ MD ജോൺ ബ്രിട്ടാസ് ഉണ്ട്. ഇവരൊക്കെ തന്നെയും ഈ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കും. ഏറ്റവും ആകർഷകമായ മറ്റൊരു പരിപാടി എന്ന് പറയുന്നതിൻ്റെ ചില കലാപരിപാടികൾ അല്ലെങ്കിൽ തന്നെ ആകർഷകമായ താരനിരയാണ്. മലയാള ചലച്ചിത്ര രംഗത്തെ ഒരു വലിയ താരനിര തന്നെ ഈ പരിപാടിയിൽ, ഈ കൈരളി ടിവിയുടെ ആഘോഷ പരിപാടികൾ സംബന്ധിക്കാൻ, ഈ ആഘോഷ പരിപാടികൾ ഗംഗമമാക്കാൻ എത്തും. ജയറാം, കുഞ്ചാക്കോ ബോബൻ, ആസിഫ് അലി, നസ്സലൻ, രമേശ് പിഷാരടി, ജോജു ജോർജ്, നിഖില വിമൽ, കുഞ്ചൻ, കലാഭവൻ ഷാരോൺ, വിനീത് ശ്രീനിവാസൻ, ഡയാന ഹമീദ്, നിഷാദ്, ചന്തു സലീം, മഞ്ജു പിള്ള, അനു സിത്താര, മീര നന്ദൻ, സിദ്ദീഖ് റോഷൻ, അതുപോലെ തന്നെ ഗായകരായ MG ശ്രീകുമാറുണ്ട്, ആവിർഭവ് ഉണ്ട്, ഹനാൻ ഷാ ഉണ്ട്, മഞ്ചരി, സുമി അരവിന്ദ് തുടങ്ങി വലിയൊരു താരനിര. ഒരുപക്ഷെ പ്രവാസ ലോകം അടുത്ത കാലത്തൊന്നും കാണാത്ത തരത്തിലുള്ള വലിയ ഒരു ചലച്ചിത്ര താരങ്ങളുടെ നിര തന്നെ അബുദാബിയിൽ എത്തുന്നു. കോവിഡിന് ശേഷം ഗൾഫ് രാജ്യത്ത് സംഘടിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു മെഗാ ഷോ കൂടിയാണ് കൈരളി ടിവിയുടെ ഈ 25ാം വാർഷികാഘോഷം ആകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിലെ ഒരുക്കങ്ങളൊക്കെ തന്നെയും പുരോഗമിക്കുകയാണ്. പ്രവാസികൾ വലിയ ആവേശത്തിലാണ്. ഇപ്പോൾ തന്നെ ഇതിൻ്റെ ടിക്കറ്റ് സൗജന്യ ടിക്കറ്റാണ്. അതിന് പ്രത്യേക നമ്പറുകളൊക്കെ തന്നെയും ഈ ആളുകൾക്ക് ടിക്കറ്റ് കളക്ട് ചെയ്യാൻ പ്രത്യേക നമ്പറുകൾ തന്നെയും കൈരളി ടിവിയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വലിയ ഒരു സ്വീകാര്യതയാണ് ഇപ്പോൾ തന്നെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 10,000-ലേറെ ആളുകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നിരവധിയായ കോളുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. ആവേശപൂർവ്വം ഈ കൈരളി ടിവിയുടെ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് നിരവധി ആളുകൾ പല രാജ്യങ്ങളിൽ നിന്ന് പോലും വിളിക്കുന്നുണ്ട്. അതുപോലെ മറ്റ് എമിറേറ്റുകളിൽ നിരവധിയായ അന്വേഷണങ്ങൾ വരുന്നു. ഏതായാലും വലിയ ആവേശത്തിൽ, വലിയ സന്തോഷത്തിൽ തന്നെ കൈരളി ടിവിയുടെ ഈ 25ാം വാർഷികം ആഘോഷമാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് പ്രവാസ ലോകം അല്ലെങ്കിൽ അബുദാബിയിലെയും UAE-യിലെയും മറ്റ് ഒക്കെ തന്നെയും പ്രവാസി മലയാളി സമൂഹം ഉള്ളത്. മനു, തീർച്ചയായും നമ്മളും വലിയ ആവേശത്തിൽ വേണ്ടി ആ പരിപാടി ഇങ്ങനെ കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ജമാൽ. കാരണം ഒന്ന്, ഈ പറയുന്നത് പോലെ ഈ പറയുന്ന താരനിര, അതിനൊക്കെ അപ്പുറത്തേക്ക് എന്നെ അതിലേക്ക് ആകർഷിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു നമ്മുടെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട്. പിന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ചെയർമാൻ മമ്മൂക്ക പങ്കെടുക്കുന്നു എന്നതാണ്. ആ 2 പേരും അങ്ങനെ ആ വേദിയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മൊമെന്റിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുന്നത്. തീർച്ചയായും മനു സൂചിപ്പിച്ചു വന്ന മുഖ്യമന്ത്രി ഈ ഗൾഫ് പര്യടനത്തിന് ഇടയിലാണ് ഈ കൈരളി ടിവിയുടെ വേദിയിലേക്ക് വരുന്നത്. നേരത്തെ ഖത്തറിലും ബഹ്റൈനിലും ഒമാനിലും ഒക്കെ തന്നെയും വലിയ സ്വീകാര്യതയാണ് പ്രവാസി മലയാളി സമൂഹം മുഖ്യമന്ത്രി നൽകിയത്. ആ ഒരു സ്വീകാര്യത നമ്മുടെ വേദിയിലും ഉണ്ടാകും. ഒപ്പം തന്നെ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിയുണ്ട്, നമ്മുടെ MD ജോൺ ബ്രിട്ടാസ് ഉണ്ട്, അതുപോലെ തന്നെ കൈരളി മലയാള കമ്മ്യൂണിക്കേഷൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ഒക്കെ തന്നെയും ഈ വേദിയിൽ എത്തും. ഏതായാലും വലിയ ആവേശത്തിൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ആവേശത്തിൽ, വലിയ പ്രതീക്ഷയിലാണ് പ്രവാസി മലയാളി സമൂഹം ഈ കൈരളി ടിവിയുടെ ആഘോഷ പരിപാടികളെ കാത്തിരിക്കുന്നത്.
ഓക്കെ, താങ്ക് യു ജമാൽ. രാവിലെ നമ്മളോട് ദുബായിൽ നിന്ന് സംസാരിച്ചതിന് ഏതായാലും ഏറ്റവും ആവേശത്തോടെ പ്രവാസി ലോകം കാത്തിരിക്കുന്ന ഒരുപക്ഷെ കോവിഡിന് ശേഷം ഗൾഫ് മേഖല കാണാൻ പോകുന്ന ഏറ്റവും വലിയ മെഗാ ഇവന്റിനാണ് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നത്. കൈരളിയുടെ 25ാം വാർഷികം, കൈരളി കുടുംബത്തിന്റെ 25ാം വാർഷികത്തിനുള്ള ഒരുക്കങ്ങളാണ് അബുദാബിയിലെ ഏറ്റവും ഗംഭീര വേദി എത്തിഹാദ് അറീന എന്ന് പറയുന്ന അവിടെയാണ് ആ പരിപാടി നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മുഖ്യമന്ത്രി അതിൽ പ്രധാനപ്പെട്ട അതിഥിയായി വന്ന് ഉദ്ഘാടനം ചെയ്യും. ഒപ്പം തന്നെ മലയാളത്തിന്റെ മഹാനടൻ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മമ്മൂക്ക, ഒപ്പം തന്നെ ജോൺ ബ്രിട്ടാസ് എം പി, ഞങ്ങളുടെ MD, പിന്നീട് ജയറാം, കുഞ്ചാക്കോ ബോബൻ, നസ്ലിൻ, ജോജു, അങ്ങനെ എത്രയെത്ര കലാകാരന്മാരാണ്, ആസിഫ് അലി ഒക്കെ അതിഗംഭീരമായിട്ട് ആ ചടങ്ങിന്റെ ഭാഗമാകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കൂ എത്ര പ്രൗഢമായിരിക്കും ആ സദസ് എന്ന് പറയുന്നത്. പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തേക്കുള്ള ജനക്കൂട്ടമാണ് എത്താൻ പോവുക. ഇപ്പോൾ തന്നെ ജമാൽ പറഞ്ഞതുപോലെ ടിക്കറ്റുകളൊക്കെ ചോദിച്ചുകൊണ്ട് ആളുകളുടെ കോളുകൾ പല ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം കൂടിയുണ്ട് കേട്ടോ, ഒരു പൈസ പോലും ആളുകളിൽ നിന്ന് വാങ്ങാതെ സൗജന്യമായിട്ടാണ് ഞങ്ങൾ പ്രവേശനം നൽകുന്നത്. അപ്പോൾ എൻ്റെ പ്രവാസി സുഹൃത്തുക്കളെ, എല്ലാവരും അബുദാബിയിൽ പോവുക, പരിപാടി കാണുക, ആസ്വദിക്കുക, കൈരളിയുടെ ആഘോഷങ്ങളിൽ പങ്കാളികളാവുക. നമ്മുടെ ലാലേട്ടൻ പറഞ്ഞതുപോലെ നിങ്ങളില്ലാതെ ഞങ്ങൾക്ക് എന്താ ആഘോഷമല്ലേ? അപ്പോൾ നിങ്ങളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത്.